നമസ്കാരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് കമ്പനിയുണ്ട്, കമ്പനിക്കാരൻ. ഞങ്ങളുടെ ഭാര്യ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അത് മാത്രമല്ല ഒരു പ്രത്യേകത, അവരെ പണിയെടുക്കുമ്പോൾ അവർ നല്ലോണം തെറി വിളിക്കണം. കാമോളെ, പൂമോളെ, മോളെയൊക്കെ വിളിച്ച് എന്നാലേ അവൾക്ക് കാമം പൂർണ്ണമാവുള്ളൂ. നമ്മളെ അടിച്ചു കൊടുത്താൽ മാത്രം പോലെ ഇപ്പോൾ ആ സമയത്ത് നല്ലോണം തെറി വിളിക്കണം. രണ്ടെണ്ണക്ക് കീറുന്ന പെണ്ണാണ്. പക്ഷെ ഇവളുടെ ഭർത്താവ് ബ്ലേഡ് കമ്പനിക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ഭക്തി. അതങ്ങനെയല്ല, കൂടുതൽ ഊടായ്പ ചെയ്യണവന്മാർക്ക് കുറച്ച് ഭക്തി കൂടുതലാണ്. അപ്പോൾ പിന്നെ ഏതെങ്കിലും SSLC പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ പൈസ കൊടുക്കും. എവിടെ മറ്റുള്ളവരുടെ കഴുത്ത് നെക്കി പിഴിഞ്ഞെടുക്കുന്ന പൈസ ഭക്തി കൂടുതലാണ്. അപ്പോൾ ഈ ഭാര്യനോട് അച്ചടി ഭാഷയൊക്കെ സംസാരിക്കുള്ളൂ, മാന്യമായിട്ട് പെരുമാറുള്ളൂ. ഇവളും പ്രതീക്ഷിക്കണ തെറി നല്ല അടിയാണ്, പല മോഡലിൽ നിർത്തി അടിക്കണം. ഇതൊന്നും ഇവന് പറ്റൂല. ഇപ്പം നിർത്തി കിടത്തി സാധാരണ ഉള്ളൊരു പ്ലേ മാത്രം, ഫോർ പ്ലേ ഇവനെ അറിയില്ല. അതുപോട്ടെ. അതിന് മുമ്പ് ഒരു നിമിഷം, ഇപ്പം ഈ വയനാട് കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിൽ ഒരു കുട്ടിനെ സഹപാഠികൾ അടിച്ചു കൊന്നു. വേറൊരു സ്ഥലത്ത് ITI വിദ്യാർത്ഥി ഒരു സ്ഥലം മൂക്കിടിച്ച് പൊളിച്ച്. റാഗിങ്, ഈ വക സംഭവങ്ങളൊക്കെ ഉള്ളത് എന്താണെന്നറിയാം. ഇപ്പോൾ ഹൈസ്കൂളിലൊന്നും നല്ല സൗഹൃദങ്ങളില്ല. ഇതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി കുറച്ച് വൃത്തിയായിട്ട് ചെക്കന്മാർ പ്രശ്നങ്ങളുണ്ടാക്കും, ഒരു മെയിൻ ആവാൻ വേണ്ടി, ഹീറോ ആവാൻ. അല്ലാണ്ട് ഇതൊന്നുമല്ല. പണ്ടൊക്കെ നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദങ്ങൾ, പ്രേമം. അന്നൊക്കെ ഈ വക കച്ചറ സ്വഭാവങ്ങളില്ല. പണ്ട് വേറൊന്നുണ്ട്, ഒരു സ്കൂളിലൊക്കെ 1-2 സുന്ദരിമാരുണ്ടാവും. ഇവൾക്കാണെങ്കിൽ ആ സ്കൂൾക്ക് വരെ കറണ്ട് കൊടുക്കണം ഇവരുടെ സ്ഥാനത്ത് നിന്നാന്നുള്ളൊരു ഭാവം. ഇവർ സ്കൂൾ വിട്ടാണ്ട് ഇറങ്ങിയാൽ ഇവളുടെ പിന്നാലെ പൂവാളന്മാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, സൈക്കിളുള്ളവന്മാരൊക്കെ BSA സൈക്കിൾ. ഇവർ മത്സരമാണ്, കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവന്മാർക്ക് കുറച്ചും കൂടി വീര്യം കൂടും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് മിക്ക കുട്ടികളും സുന്ദരിമാരാണ്, ആണുങ്ങൾ സുന്ദരന്മാർ. പക്ഷേ ചില തലതെറിച്ച പെൺകുട്ടികളല്ലാണ്ട് ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കര ഡിസിപ്ലിനായിപ്പോയി. വീട്ടുകാർ പറഞ്ഞ് ആൺകുട്ടികളായിട്ട് മിങ്കിളിങ് വേണ്ട ഒക്കെ പറഞ്ഞ് ഇപ്പം സൗഹൃദങ്ങൾ കുറവാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സൗമ്യതയില്ല. പിന്നെ ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ കഴിക്കണ ഭക്ഷണം അതും പ്രത്യേക ഒരു ഘടകമാണ്. ഇറച്ചി ഇതൊക്കെ അടിച്ച് കയറ്റുമ്പോൾ തന്നെ നമ്മൾക്കൊരു വൈൽഡ് സ്വഭാവം വരും. പിന്നെ നെറ്റിൽ ഇപ്പം എല്ലാം അവൈലബിളാണ്. ഇപ്പം ആരോ പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് കുട്ടികൾ വിളക്ക് കാണുന്നത്. സിനിമ കാണുന്ന നല്ല കുട്ടികൾക്ക് ഫോൺ അങ്ങോട്ട് തുറന്ന സകല വയലൻസ് അതിലുണ്ട്. അങ്ങനെ സഹപാഠികൾ തമ്മിൽ കുത്തിച്ചാണ്. വീട്ടുകാർ വരെ കുട്ടികളെ അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞ് മോശമാക്കി വെച്ചേക്കാം. പണ്ട് സ്കൂൾ പൂട്ടുമ്പോൾ പരിപാടി, കുട്ടികളെ ഒപ്പിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പം മൈൻഡ് വേറെ ഇതിൽ ഡൈവേർട്ടായി പോകും. അവർക്കൊരു സൗമ്യ സ്വഭാവമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഇതൊന്നും നടക്കില്ല. വെറും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഹീറോ ആവുക, ആൻറ്റി ഹീറോ, ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾ പാവം മാതാപിതാക്കളൊക്കെ വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് അങ്ങനെ മരിച്ചു പോകുമ്പോൾ, അടി കൊണ്ടൊക്കെ മരിക്കുമ്പോൾ സത്യത്തിൽ സങ്കടവും വരിക. നമ്മളെ നാട് എങ്ങോട്ടാണ് ഇപ്പോൾ ഉള്ളത്? ഈ 10ൽ പഠിക്കുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ ഭയമാണ് ഇവരൊക്കെ. ഇവർക്കൊന്നും വലിയ ആൾക്കാരോടുള്ള റെസ്പെക്റ്റൊന്നുമില്ല. ഇപ്പം +2 ആ ക്വാളിറ്റി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, വേറൊരു മോഡലാണ്. അവരുടെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ ഭയപ്പെട്ടാണ് നടക്കുന്നത്. അത് പോട്ടെ, നമുക്ക് ബ്ലേഡുകാരൻ്റെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇയാൾ ഞാനായിട്ട് എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ പാസ്പോർട്ട് ഓഫീസിൽ ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ ഇയാളോട് കുറച്ച് പൈസ കടം വാങ്ങി, ഈ ബ്ലേഡ്. അത് പറയാൻ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബ്ലേഡിൻ്റെ സ്വഭാവം എടുക്കില്ല. ഗുണ്ടകളെ പറഞ്ഞയച്ച് ഇയാൾ വിളിച്ച് ഇയാൾക്ക് പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്നാലേ ആരെങ്കിലും വരുമ്പോൾ അയാളുടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പം എന്നോട് വന്നിങ്ങനെ സങ്കടം പറഞ്ഞു, ഞാനൊന്ന് ലീവിലാണ്. അപ്പോൾ ഞാൻ ആ ഗുണ്ടകളെ വിളിച്ച് സംസാരിച്ചു, ഞങ്ങളുടെ ബോസിനെ എനിക്കൊന്ന് കാണണം പറഞ്ഞു. ഞാൻ അയാളുടെ കാണാനുള്ള
സൗകര്യം ഇവരോട് ചോദിച്ചു. അങ്ങനെ ഇയാളുടെ ഓഫീസിൽ ഞാൻ ചെന്ന് ഇയാളായിട്ട് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഒരു സാവകാശം കൊടുക്കുക. ആ ആൾ ജോലി ചെയ്താലല്ലേ നിങ്ങൾക്ക് കുറേച്ചെങ്കിലും തരാൻ പറ്റുള്ളൂ, വലിയൊരു എമൗണ്ടൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു അളവ് കൊടുക്കുക, പിന്നെ പലിശ കുറച്ചും കൊടുക്കണം, ഒരു മനുഷ്യത്വം എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്യാൻ പറയും. അങ്ങനെ ഇയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും. അങ്ങനെ ഞാൻ ഇയാളായിട്ട് കൂടുതൽ കമ്പനി. അപ്പോൾ ഇയാൾ ഭക്തി ഒക്കെ ഉണ്ടെങ്കിലും ഇയാൾക്ക് വേറൊരു മുഖമുണ്ട്. ഇയാൾ വെള്ളം അടിക്കും, ഭാര്യനെ മെക്കിട്ട് കയറും, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പെണ്ണിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇയാളുടെ ഭാര്യയാണെന്ന് അറിയാതെയാണ് ഞാൻ ഈ പെണ്ണായിട്ട് പരിചയപ്പെട്ട് ലോകം കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഈ മഹാൻ്റെ ഭാര്യ. അപ്പോഴൊക്കെ ഞങ്ങൾ കൂടുതൽ ബന്ധത്തിലായിപ്പോയി. പക്ഷേ ഈ പണക്കാർക്കുള്ള കുഴപ്പം അങ്ങനെയാണ്, അവർ വേറെ സെറ്റപ്പിലാണ് എന്നെയാണോട്ട് അറ്റാച്ച് ആയേക്കണത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അവൻ അത്ര വലിയ പുണ്യാളൊന്നുമല്ലല്ലോ, അവൻ്റെ ഭാര്യനെ കളിച്ച് നിർത്തി എനിക്കൊരു കുറ്റബോധം വരാനും പോകില്ല. അങ്ങനെ ഇവളെ കൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി. സത്യം പറഞ്ഞാൽ അവളുടെ കുഴപ്പം മാറ്റാൻ മാത്രം. അപ്പോഴാണ് ഇവള് പറഞ്ഞത് ഇവൾക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റുകളുണ്ട്, അവൾക്ക് പല മോഡലിൽ നമ്മളടിച്ചു കൊടുക്കണം, തെറി വിളിക്കണം. ആയിക്കോട്ടെ അങ്ങനെ ചേർന്നിട്ട് ഇവളെ ഉന്തി തള്ളിയൊക്കെ കട്ടിലൊക്കെ ഇട്ട് അവൾക്ക് നല്ല ഇഷ്ടം. അതായത് എന്താ പറയുക, അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അവൾക്ക് പീഡനം അനുഭവിക്കുക. എൻ്റെ അമ്മ അവളെ കുഞ്ചി നിർത്തി അടിച്ചു കൊടുക്കണം. അതേപോലെ മേശപ്പുറത്ത് കിടത്തിയിട്ട് നമ്മൾ നിന്ന് അവളൊരു പരീക്ഷണ വസ്തു ആക്കാൻ വേണ്ടിയാണ് അവൾ പറഞ്ഞത്. പക്ഷേ അവൾക്ക് കിട്ടിയ ഭർത്താവാണെങ്കിൽ ഒരു ഊമ്പൻ, എന്നാലും നല്ലൊരാളുമല്ല. അങ്ങനെ പൊരുത്തപ്പെടാത്ത ഒരുപാട് ഫാമിലി ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒപ്പം ജീവിക്കണം. ഇപ്പോൾ ഇവൾക്ക് കുറച്ച് പൈസ ഉണ്ട്, പുറത്ത് പോകാൻ ധൈര്യമുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കാൻ പറ്റി. അല്ലാത്ത പെണ്ണുങ്ങൾ സഹിച്ച് നിൽക്കണം. ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾ ഭർത്താവിനോട് പറയാൻ പറ്റില്ല. നീ അങ്ങനത്തെ അവളാണ്. പക്ഷെ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരാളോട് പറയാം, എന്നാ തെറി വിളിക്ക്, പൂ മോളെ എന്നൊക്കെ വിളിച്ചാലല്ല പൂരിഷ്ടമെന്നറിയാം. അപ്പോഴാണ് ഇവർക്ക് വികാരം കൊള്ളുക, അത് പെട്ടെന്ന് ഓർക്കാസം വരും. ഇതിനൊക്കെ നേക്കടാക്കുക എന്ന് പറഞ്ഞാൽ സാരി ഉടുക്കുള്ളൂ. അപ്പോൾ ഞാൻ മെല്ലെ സാരിയൊക്കെ അഴിച്ച്, ബ്ലൗസ് അഴിച്ച്, അണ്ടർ സ്കേർട്ട് അഴിച്ച്, പിന്നെ കെട്ടിപ്പിടിച്ച് അവസാനമാണ് സദ്യമേ കൈ വെക്കുള്ളൂ. സദ്യ പൂരി കഴിഞ്ഞാൽ പെണ്ണിന് നിൽക്ക കളിയില്ല. എൻ്റെ അമ്മ ആ പെണ്ണുണ്ടല്ലോ വേറൊരു മോഡലാണ്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഇവരൊക്കെ ആരാണ്, എന്തിനാണ് എൻ്റെ ലൈഫിലൊക്കെ വന്നത്, എനിക്ക് ആലോചിച്ചിട്ടും പേടിയില്ല. അത് ശരിക്കും ഈ പെണ്ണിനെ ഒരിക്കലും ഭർത്താവിനോട് എന്നെ മോളെന്ന് വിളിക്കാൻ പറയാൻ പറ്റില്ല, അത് പുറത്തൊരാളോടെ പറയാൻ പറ്റില്ല. അവളുടെ ആവശ്യങ്ങൾ വിചിത്രം. ഏതായാലും കുറേ നാൾ അവൾക്ക് പൈസ പ്രശ്നമല്ല, പൈസ എനിക്ക് പോക്കറ്റ് മണിയൊക്കെ തരും. അപ്പം ഏതായാലും പുരുഷമൊക്കെ ഏഷ്യൻ്റെ റോളായിരുന്നു എനിക്ക്, പുറത്ത് പറയാൻ കൊള്ളുക ഈ അത് ഏർപ്പാടിനൊക്കെ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറേ വിചിത്രമായിട്ടുള്ള സ്ത്രീകൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇതങ്ങനത്തെ ഒരു സാധനം. ഇപ്പോൾ ആളുണ്ട്, ഫൈനാൻസ് കമ്പനി വമ്പൻ ലാഭത്തിലാണ്. ഇവളാണെങ്കിൽ കുറച്ച് മോഡൽ കൂട്ടി, എന്താ പറയുക, ഇത്തിരി പ്രായം കൂടുന്തോറും ഉണ്ടല്ലോ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ വെച്ച് മുടിയൊക്കെ വേറെ മോഡലാക്കി പെണ്ണ് ഇപ്പോഴും മിന്നിത്തിളങ്ങി നടക്കണ്ടേ. ഇപ്പം ആരാണാവോ ഡ്രൈവ് ചെയ്ത് കൊടുക്കണേ. ഏതായാലും കെട്ടിയാൻ ഇപ്പോഴും തെറി വിളിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമസ്കാരം.